മനോഹരമാണ് ആ കാഴ്ച. വടക്കുന്നാഥൻ, അതിൻ്റെ തെക്കേ ഗോപുരനട, പിന്നെ വീണ്ടും എനിക്ക് തോന്നുന്നു രണ്ടുപേരും വീണ്ടും തിരിച്ച് അവരുടെ, നമ്മൾ പറയാറില്ലേ, അവരുടെ പരമ്പരാഗത ശൈലിയിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ മടങ്ങുന്നു എന്നുള്ളത്. പക്ഷേ മടങ്ങുന്നെങ്കിൽ പോലും ആ ഓരോ മുത്തുക്കുടയിലും ആ പരമ്പരാഗതമായ ശൈലിയിൽ തന്നെ നല്ലതുപോലെ വ്യത്യസ്തത കൊണ്ടുവരാൻ, അതിൽ പുതിയതെന്തെങ്കിലും തുന്നി ചേർക്കാൻ, പുതിയ നിറങ്ങൾ, പുതിയ പാറ്റേൺ ഒക്കെ ചേർത്ത് വെക്കാൻ ഓരോ കലാകാരനും ശ്രമിച്ചിട്ടുണ്ട്, ഓരോ ദേവസ്വവും ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കുടകൾ മാറുമ്പോഴുള്ള സൗന്ദര്യം മാറുന്നത്. രാത്രിയിലാണ് കുറച്ചും കൂടി ഇത്തരം കുടകൾ അതിൻ്റെ സൗന്ദര്യം. തിരുവമ്പാടി വേഗം കുട മാറി. തിരുവമ്പാടി എന്തോ വലുത് കൊണ്ടുവരുന്നുണ്ട്. അതെ, തീർച്ചയായും എന്തോ ഒന്നുണ്ട്. തിരുവമ്പാടി കൃഷ്ണനാണ്. തിരുവമ്പാടി കൃഷ്ണനുണ്ട്. തിരുവമ്പാടി കൃഷ്ണൻ അവരുടെ സ്വത്വത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആ കാഴ്ചയാണ് അത്. തിരുവമ്പാടി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിമിഷം. പൂരത്തിന്റെ ആവേശം എന്ന് പറയുന്നതാണ്, ഈ വ്യത്യസ്തതയാണ് ഈ പൂരത്തിന്റെ ആവേശം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ദൃശ്യ വിസ്മയമാണ്. ആ ലൈറ്റ് നനച്ചപ്പോഴുള്ള ആവേശം, ആ കാഴ്ച, അതുകൊണ്ടാണ് താരെയും അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ കാണുന്ന കാഴ്ചയുടെ ഏറ്റവും വലിയ കാഴ്ചയായി മാറുന്നത്. ലോകത്തെ മുഴുവൻ ഈ പൂരം അമ്പരപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എല്ലാ വർഷവും ഇങ്ങനെ എന്തെങ്കിലും ഒരുക്കി വെക്കാറുണ്ട്. ആ ലൈറ്റ് അണയ്ക്കാനുള്ള ടൈമിങ്, ആ സമയത്ത് ഈ തിരുവമ്പാടി കൃഷ്ണന്റെ ആ ഒരു പാറ്റേണിലുള്ള കുട. യഥാർത്ഥത്തിൽ നമുക്ക് ഇത്രയും ആവേശം വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണുന്ന ആളുകളുടെ ഒരു വികാരം എന്തായിരിക്കും അല്ലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പോയി നിന്ന് കാണേണ്ടതായിരുന്നു ഇപ്പൊ തോന്നുന്നു എന്ന പോലെയാണ്. ഉറപ്പായും ഇപ്പോൾ പാറമേക്കാവിന്റെ ഭാഗത്ത് നിന്നാണ് മറ്റൊരു കുട കൂടി ഉയർത്തിയിരിക്കുകയാണ്. പാറമേക്കാവ് അവരവിടെ ആ കുട തന്നെയാണ്, അപ്പുറത്ത് രൂപങ്ങൾ വരുന്നു. അവർ ആ കൃഷ്ണനെ മാറ്റി ദേവി ഭഗവതി വന്നു, തിരുവമ്പാടി ഭഗവതിയിലേക്കാണ് തിരിച്ചു പോകുന്നതെന്ന് തോന്നുന്നു. അല്ലല്ല, അതങ്ങനെയല്ല. ഒരു സൈഡിൽ കൃഷ്ണനും ഒരു സൈഡിൽ ഭഗവതിയുമാണ്. തിരുവമ്പാടി ശരിക്കും അവരുടെ സ്വത്വത്തിലേക്കാണ്. അതായത് തിരുവമ്പാടിയിൽ അങ്ങനെയാണ്. തിരുവമ്പാടി ഭഗവതിയാണ് എഴുന്നള്ളതെങ്കിലും അവിടെ കൃഷ്ണൻ കൂടിയുണ്ട്. തിരുവമ്പാടി കൃഷ്ണനെ കാണാനൊക്കെ പോയ ചരിത്രമൊക്കെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് തിരുവമ്പാടിയിൽ കൃഷ്ണനാണോ ഭഗവതിയാണോ എന്നുള്ളത് രണ്ടുപേരും ഉണ്ട് എന്നുള്ളതാണ് ഈ കുട നമ്മൾക്ക് ജനത്തോട് പറയുന്നത്. കുറച്ചും കൂടി സുന്ദരമായ, മനോഹരമായ, എനിക്കിഷ്ടമുള്ള കുടകൾ ഇത്തരം കുടകളാണ്. ഇതാണ് ഈ ശരിക്കുമുള്ള ഈ മുട്ടുക്കുടയുടെ അല്ലെങ്കിൽ വർണ്ണക്കുടയുടെ, അതായത് ആ തുണി, അതൊരു പട്ടിൽ പൊതിഞ്ഞൊരു തുണിയാണ്. അതിൽ അത് ചെറിയ ബുദ്ധിമുട്ടല്ല അത് ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ അത്തരം കുടകളോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. ആ കുടകളാണ് എല്ലാ കാലത്തും ഈ പൂരത്തിൻ്റെ മത്സരപൂരങ്ങളുടെ വിജയം. നമ്മൾ ആർക്ക് ഏറ്റവും നല്ല കുട ഏതാണെന്ന് ചോദ്യമൊക്കെ വരുന്നത്. ഈ ഇൻസ്റ്റലേഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ സൗന്ദര്യം ഈ കുടകളിലായിരുന്നു. ബിനിൽ ചോദിച്ചതിനുള്ള ഉത്തരം എന്താ അവിടെയുണ്ട്. ഇവർക്കൊന്നും ഒരു ക്ഷീണവുമില്ല. ഇവരൊക്കെ രാവിലെ തുടങ്ങിയതാണ് ഈ പരിപാടി. അവരങ്ങനെ പൂരം കണ്ട് പൂരത്തിൽ മതിമറന്ന് മനസ്സങ്ങനെ ആ പൂരത്തിൽ അർപ്പിച്ചാൽ വടക്കുന്നാഥൻ്റെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ആ പൂരപ്പറമ്പിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും മനസ്സിലേക്കോ നമ്മുടെ കൈകാലുകൾക്ക് ക്ഷീണമോ തലച്ചോറിന് ക്ഷീണമോ. എന്തായാലും ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ടീസർ മാത്രമാണ്. സിനിമ ഇനിമേത്ത ഇതേതാ അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് പുതിയതായി എന്തോ ഒന്നുകൂടി പാറമേക്കാവ് പതിയെ തുടങ്ങി വെക്കുന്നുണ്ട്. പാറമേക്കാവ് വേൽ മുരുകനാണ്. പഴനിമല മുരുകനെ മയിലിരിക്കുന്ന മുരുകനെയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ രാത്രിയുടെ സൗന്ദര്യത്തിന് വേണ്ടിയാണ് അതിൻ്റെ കവർ പാറ്റേൺ. നേരത്തെ അവിടെ ഗണപതി വന്നത് അങ്ങനെയായിരുന്നു. അവിടെ പാറമേക്കാവ് അവിടെ മുരുകൻ വരുമ്പോൾ തിരുവമ്പാടി കുട മാറുന്നുണ്ട്. ആ മൊത്തം പൂരത്തിൻ്റെ ഒരു ദൃശ്യം, ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. തിരുവമ്പാടി വീണ്ടും തിരിച്ചു പോകുന്നു പഴയ സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ പരമ്പരാഗത ലൈനിലേക്ക് തിരിച്ചു പോകുന്നു. പാറമേക്കാവ് പതിയെ അവരുടെ ആയുധങ്ങളൊക്കെ പുറത്തെടുത്ത് തുടങ്ങുകയാണ്. ഞങ്ങൾ പൂരപ്രേമികളെ, ഞങ്ങൾ ഒരു തരി പോലും പിന്നോട്ടില്ല. നിങ്ങൾ തിരുവമ്പാടിയിൽ കണ്ടതല്ല ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്നാണ് പാറമേക്കാവ് ഇപ്പോൾ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ സ്റ്റോപ്പ് ഇടുകയാണ്. പാറമേക്കാവ് അവരുടെ സ്റ്റൈൽ, അവരുടെ തനതായ ലൈനിലേക്ക് തിരിച്ചു വരുന്നു. ആവേശം ഒട്ടും കുറയ്ക്കുന്നില്ല പാറമേക്കാവ്. അവരുടെ കുടകൾ, വ്യത്യസ്തമായ കുടകൾ, ആസ്വാദകർക്ക് വളരെ അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള കുടകളൊക്കെ പാറമേക്കാവ് പുറത്തെടുക്കുകയാണ്. തിരുവമ്പാടി ഇതാ വരുന്നു. അനന്ത പത്മനാഭനെ അവർ ഇൻസ്റ്റലേഷനായി കൊണ്ടുവരുന്നു. പത്മനാഭൻ അങ്ങനെ ശംഖും ശ്രീചക്രവും ഒക്കെയായി
അനന്തനിൽ ശയിക്കുന്ന ആനന്ദപത്മനാഭനായി ശ്രീചക്രവും ശംഖും ചെറിയ ഗദയും പിടിച്ചു നിൽക്കുന്ന അനന്തപത്മനാഭനെ തിരുവമ്പാടി അവതരിപ്പിക്കുന്നു. തിരുവമ്പാടിയാണ് ഒരു പടി. പക്ഷേ മുന്നിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു തീരുമ്പോഴേക്കും പാറമേക്കാവ് അടുത്ത റൗണ്ട് അവരുടെ സ്റ്റൈലിലേക്ക് അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. ഇടയ്ക്കൊന്ന് പിന്നോട്ട് പോയെങ്കിൽ പോലും പക്ഷേ കുടകൾ ഓരോന്നായി പുതിയ കാലത്തിനനുസരിച്ചുള്ള കുടകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുടകൾ വീണ്ടും അതാണ് ഈ പൂരത്തിൻ്റെ ഈ കുടമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ കുടയെ അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ വർണ്ണം നിറച്ച അത്ഭുതം നിറച്ച അത്ഭുത ചെപ്പ് തുറന്ന ഒരു വലിയ കുട അവതരിപ്പിച്ച ശേഷം ഒന്ന് പിന്നോട്ട് പോയി പരമ്പരാഗതമായ യഥാർത്ഥ കുടമാറ്റത്തിൻ്റെ പഴയ കുടമാറ്റത്തിൻ്റെ ശൈലിയിലേക്ക് പോയി വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു അത്ഭുത കുട കൊണ്ടുവരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ തിരുവമ്പാടി അങ്ങനെ തന്നെയാണ്. അവർ അനന്തപത്മനാഭനെ കൊണ്ടുവന്നു, ആ പത്മനാഭൻ്റെ വലിയ ഇൻസ്റ്റലേഷൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു, കാഴ്ചക്കാർക്ക് ആവേശമാകുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു യഥാർത്ഥ പഴയ ആ പരമ്പരാഗതമായ കുടമാറ്റത്തിലേക്ക്. അതാണ് ശരിക്കും ഈ കുടമാറ്റത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. ആ കുടകൾ മാറുമ്പോൾ, കുടകളുടെ സൗന്ദര്യം മാറുമ്പോൾ, അതിൻ്റെ നിറം മാറുമ്പോൾ, വർണ്ണം മാറുമ്പോഴൊക്കെയുള്ള ചന്തം എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും മത്സര കുടമാറ്റത്തിലേക്ക് മാറുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് മുന്നിൽ കാണിച്ച വലിയ കുട, അത്ഭുത കുടയ്ക്കപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് നൽകാനുണ്ട് എന്ന് തിരുവമ്പാടി പാറമേക്കാവിനോട് ചോദിക്കുന്നു. വീണ്ടും ശരിക്കും തനത് കുടമാറ്റത്തിലേക്ക്, തനത് മത്സര കുടമാറ്റത്തിലേക്ക് വരുന്നു. പാറമേക്കാവ് അവരുടെ ശരിക്കുമുള്ള യഥാർത്ഥ സൗന്ദര്യ കുടകൾ പാറമേക്കാവ് അവതരിപ്പിക്കുന്നു. സമാനമായി വീണ്ടും അതിവേഗത്തിൽ തിരുവമ്പാടി അവരുടെ പാറ്റേണിലേക്ക്, അവരുടെ ശൈലിയിലേക്ക് വരുന്നു. തിരുവമ്പാടി കൊണ്ടുവരുന്നു ഏറ്റവും മനോഹരമായ ഒരു കുട. ഇതൊരു പക്ഷേ ഈ രാത്രിയിലാണ് ആ കുടയുടെ സൗന്ദര്യം, ആ തിളങ്ങുകയാണ് ആ കുട. ഒരു പക്ഷേ പകലിനേക്കാൾ സൗന്ദര്യം രാത്രിക്കാണെന്ന് പറയുന്നത് ഈ കുടകൾ കൂടി ഇങ്ങനെ രാത്രിയിൽ കാണുമ്പോഴാണ് എന്നുകൂടി പറയേണ്ടി വരും. കാരണം അത്രയും മനോഹരമാണ് രാത്രിയിൽ ആ കുട കാണാൻ. അതിൻ്റെ ആ വർണ്ണ വിസ്മയം, അതിൽ ചെറുതായി വളരെ സൂക്ഷ്മമായി തുന്നിച്ചേർത്ത് നിർത്തിയിട്ടുള്ള ആ സൗന്ദര്യം, എത്ര മനോഹരമാണ് ആ കുട എന്നുള്ളതാണ് അതിൻ്റെ കൗതുകം. രാത്രിയിൽ തിളങ്ങുന്നു എന്നുള്ളത് നമ്മളെ എത്ര സുന്ദരമാണ് ആ കുട എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി വരാൻ പോകുന്നത് പാറമേക്കാവിൻ്റെയാണ്. പാറമേക്കാവ് ഒരു പക്ഷേ ഇനി പാറമേക്കാവ് ഒരു പരിധിവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കുറേ കുടകൾ. അത് അവരിങ്ങനെ അവരുടെ ആവനാഴിയിൽ അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. വീണ്ടും തിരുവമ്പാടി ഒരു സെക്കൻഡ് പോലും സമയം പാഴാക്കുന്നില്ല. മനോഹരമായ കുട, ആ നിറം, അങ്ങനെ തിളങ്ങുന്ന നിറം, എന്തൊരു ചന്തമാണ് ഈ കാഴ്ചയ്ക്ക് എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ ഓരോ കുടയ്ക്കായിട്ടും കൺചിമ വെട്ടാതെ കാത്തിരിക്കുന്നത്. അത്യപൂർവമായ ഈ വർണ്ണ വിസ്മയം നമ്മളെ ആസ്വദിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു ഉദാഹരണം ഇത് തന്നെയാണ്. ഈ രണ്ട് വിഭാഗവും എത്ര മനോഹരമായി ഓരോ കുടകളും നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ആ കാഴ്ച ഇങ്ങനെ നമ്മൾ മറക്കാതെ ഇതിനി മനസ്സിൽ സൂക്ഷിക്കണമല്ലോ ഈ ഒരു വർഷം മുഴുവൻ. അങ്ങനെ തന്നെയാണ് ഈ ആളുകൾ മുഴുവൻ, ഈ കാണുന്നവർ മുഴുവൻ ഇതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് അടുത്ത വർഷത്തേക്ക് മനസ്സിൽ ഒരുക്കി വെച്ച്, അടുത്ത വർഷം ഇതല്ല ഇന്നലെ കഴിഞ്ഞ വർഷം പാറമേക്കാവ് ഇപ്പോഴാണ് ആ ഒരു പാറ്റേണിലേക്ക് വരുന്നത്. ഒരു പക്ഷേ തിരുവമ്പാടിയേക്കാൾ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വേഗം പിന്നോട്ട് പോകുന്നു. പാറമേക്കാവാണ് ഇപ്പോൾ നിറം മാറുന്ന. പാറമേക്കാവിന് മറുപടി തിരുവമ്പാടി. ഇത് ഇരുപക്ഷവും തമ്മിലുള്ള മത്സരത്തിലേക്ക്, നല്ല മത്സരത്തിലേക്ക്, കുടമാറ്റത്തിൻ്റെ ശരിക്കുമുള്ള മത്സരത്തിലേക്ക് മാറുന്നത് ഇപ്പോഴാണ്. ഇരുപക്ഷവും മാറിക്കഴിഞ്ഞ് ഇനി ഒരു പക്ഷേ വാശിയോടെ മുന്നോട്ടായിരിക്കും. ഇടയ്ക്കും തണുത്ത പാറമേക്കാവ് തിരിച്ചു വരുന്നതോടി പാറമേക്കാവ് പിന്നോട്ട് പോയാൽ ശരിക്കും തിരുവമ്പാടി പിന്നോട്ട് പോകും. അതാണ് ഈ രണ്ട് വശങ്ങളും തമ്മിലുള്ളൊരു അവർ രണ്ടുപേരും ഒരേപോലെ ഒന്നിച്ച് ഒരേ മനസ്സോടെ മത്സരിക്കുമ്പോഴാണ് പൂരം ആവേശമാകുന്നത്. അത് വെടിക്കെട്ടായാലും കുടമാറ്റമായാലും രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള ഒരേ മനസ്സോടുകൂടിയുള്ള പോരാട്ടം, അല്ലെങ്കിൽ ആ ഒരു ആവേശമാണ് ആസ്വാദകർക്കും താല്പര്യം. അതുകൊണ്ടാണ് പൂരത്തിൻ്റെ പൂരാവേശം എന്ന് പറയുന്നതും. അങ്ങനെ മേളത്തിൽ പോലും അതൊരു പടി നിങ്ങൾക്ക് നൽകാനുള്ള മേളവും വർണ്ണവും വിസ്മയവും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഈ കാഴ്ചയുടെ സൗന്ദര്യം ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ തിരുവമ്പാടി എന്തോ ഒന്ന് പുതുതായി ഒരുക്കുന്നുണ്ട്. അത് സ്വർണ്ണക്കപ്പാണോ എന്തോ ഒരു പുതിയ കാഴ്ചാനുഭവമാണ് ശരിക്കും. ഇത് സ്വർണ്ണക്കപ്പാണ്. അതായത് നമ്മുടെ കലോത്സവത്തിന് കൊടുക്കുന്ന സ്വർണ്ണക്കപ്പാണ്. നമ്മുടെ സ്കൂൾ കലോത്സവത്തിന് കൊടുക്കുന്ന സ്വർണ്ണക്കപ്പാണ് എന്നാണ് നമുക്ക് എന്തെല്ലാം ചിന്തകളായിരിക്കും ഒരു പക്ഷേ ഈ കുടമാറ്റത്തിൽ കുട ഒരുക്കുന്നവരുടെ മനസ്സിലൂടെ ഒരു വർഷം കടന്നു പോവുക. അടുത്ത വർഷത്തേക്ക് എന്തെല്ലാം പാറ്റേൺ. ഇത് സ്വർണ്ണക്കപ്പൊക്കെ ഒരു പക്ഷേ ആരും ചിന്തിച്ചിട്ടുണ്ടാകില്ല തിരുവമ്പാടി ഇങ്ങനെ ഒന്ന് കൊണ്ടുവരുമെന്ന്. പാറമേക്കാവ് ശരിക്കും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ഞങ്ങൾക്കും ആലോചിക്കാമായിരുന്നില്ലേ. അത് അത്ര മനോഹരമാണ് ആ കപ്പ് എന്നുള്ളത്. ആ കയ്യിൽ
ശംഖ് ചേർന്ന് നിൽക്കുന്ന സ്വർണ്ണക്കപ്പ് തന്നെയാണത്. അത് കുടയായി പരിണമിക്കുന്നു, കുടയായി മാറ്റുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം എടുത്ത ആലോചന, ചിന്ത, അതിനുശേഷം ഇങ്ങനെയൊന്ന് ഈ കുടയുടെ രൂപത്തിൽ പൂരത്തിന് കുടമാറ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ചിന്ത, ഒരു ആലോചന, അത് വളരെ വലുതാണ്. ആ ചിന്തയും ആലോചനയും ഒക്കെ. അതുകൊണ്ട് തന്നെ ആ ചിന്ത ഇപ്പോൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നത് അത്തരം ചിന്തകളുടെ ഒരു വലിയ അത് പരിസമാപ്തിയിലെത്തുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്നത്, സന്തോഷകരമാകുന്നത്, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്, കുളിർമയുള്ളതാക്കുന്നതൊക്കെ ഈ കാഴ്ച അങ്ങനെയാണ്. അതാണ് കുടമാറ്റത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് മറുപടിയായി പാറമേക്കാവ് എന്തായാലും ഈ ചിന്തയിൽ, ഇത്തരം ചിന്തകളിൽ ഒട്ടും മോശമല്ല പാറമേക്കാവ് എന്തോ ഒന്ന് എന്തായാലും എന്തെങ്കിലും മനസ്സിൽ തീർച്ചയായും പാറമേക്കാവ് കൊണ്ടുവരുന്നു. ശിവൻ തന്നെയാണ്, ശിവൻ ശൂലം, കുടയ്ക്ക് മുകളിൽ ശിവനും ശൂലവും, അതിൽ നിറമുണ്ട്. അതാണ് ശരിക്കും നേരത്തെ തിരുവമ്പാടി കൊണ്ടുവന്ന ആ കളർ പാറ്റേണിന് ബദൽ എന്നുള്ളത് ഇപ്പോൾ ആ ലൈറ്റുകൾ പൂർണ്ണമായി ഓഫ് ചെയ്തപ്പോൾ കാണുന്നത്. ശൂലത്തിൽ ഇലുമിനേഷൻ ഉണ്ട്. ശിവൻ നീല നിറത്തിൽ തിളങ്ങുന്ന ശിവൻ, അതിൽ ചന്ദ്രക്കര തിളങ്ങുന്നുണ്ട്. ഒപ്പം ചുവന്ന കളറിൽ ശൂലം തിളങ്ങുന്നുണ്ട്. താഴെ കുടയുണ്ട്. പക്ഷെ കുടയിൽ എന്തായാലും അത്തരം പാറ്റേണുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം ഒരു കുടയ്ക്ക് മുകളിൽ ഒരു മുയൽ കുട പിടിച്ച് നിൽക്കുന്ന ഒരു കുട ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിന് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ വ്യത്യസ്തമായിട്ട് പാറമേക്കാവ് ഇത്തവണ ആ ഇലുമിനേഷൻ ലൈറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ശിവനും ശൂലവും ചേർന്ന് നിൽക്കുമ്പോഴുള്ള ഒരു ഭംഗി കുറച്ചും കൂടി വലുതാണ്. ആ ചുവപ്പ് കളറും ചന്ദ്രക്കല വെള്ള കളറിലും ശരിക്കും അതെ ശിവൻ്റെ ഒരു നീല കളർ നമുക്ക് അറിയാം. ശിവൻ്റെ ഒരു ഈ അത്തരം വിശ്വാസമുള്ള ആളുകൾക്കറിയാം ശിവൻ കുറച്ചും കൂടി നീലയാണ്. അപ്പോൾ അതായത് കഴുത്തിൽ, അതുകൊണ്ടാണ് നീലകണ്ഠൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അത് പൂർണ്ണമായും പാറമേക്കാവ് ഉൾക്കൊണ്ടുകൊണ്ട് ശിവനെ ആ നിറത്തിലും പിന്നീട് ചന്ദ്രക്കലയെ വെളുത്ത നിറത്തിലുമൊക്കെ അവിടെ ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. പാറമേക്കാവ് തിരിച്ചു വരികയാണ്. അവരുടെ ശക്തി ഇങ്ങനെ തന്നെയാണ്. അവർ ഒളിപ്പിച്ച് വെച്ച ആയുധങ്ങളെല്ലാം പുറത്തെടുക്കുകയാണ്. എന്തായാലും തിരുവമ്പാടി ഒന്ന് പിന്നോട്ട് പോകുന്നുണ്ട്. തിരുവമ്പാടി വീണ്ടും കുട ഉയർത്തുന്നു. ഇപ്പോൾ തിരുവമ്പാടി കുടകൾ വേഗം ഉയർത്തി പോകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും തിരുവമ്പാടിയാണ് ഇൻസുലേഷൻ ഒരു പടി. ശിവൻ അവിടെ അങ്ങനെ ഒരു ശിവനെങ്കിൽ ഇവിടെ ഇങ്ങനൊരു ശിവൻ. അതാണ് ഞാൻ ആസ്വാദകരുടെ ആർപ്പൂളിയാണ്. അതാണ് ഞാനൊന്ന് നിർത്തിയത്. അത്ര ആവേശമാണ് ആളുകൾക്ക് ഇത് സമ്മാനിക്കുക. എന്തൊരു കാഴ്ചയാണ്, എത്ര മനോഹരമായ കാഴ്ച. പുറകിൽ ചെറിയ ലൈറ്റിൽ തിളങ്ങുന്ന വടക്കുന്നാഥ ക്ഷേത്രം, തൊട്ടു മുന്നിൽ ഗജവീരന്മാർക്ക് മുകളിൽ ആ ശിവൻ. ഇത്തരം പ്ലാൻ കൂടിയാണ് ഈ കുടകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ശിവൻ ഇതിൽ ആരാണ് കേമൻ, അതായത് ആരുടെ കുടകൾക്കാണ് ചന്തം കൂടുതൽ, ആരുടെ കുടകൾക്കാണ് മനോഹാരിത കൂടുതൽ, ആരാണ് നന്നായി പ്ലാൻ ചെയ്ത് കുടകൾ ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതിന് ഉത്തരമാണ് ഈ കാണുന്നതെല്ലാം എന്നുള്ളതിനുള്ള ചോദ്യത്തിനുള്ള എന്ന് ആര് ചോദിച്ചാലും ഉത്തരം തിരുവമ്പാടിയുടെ കയ്യിലുണ്ട്. ഇനി അടുത്ത കുടകൾ പാറമേക്കാവിൻ്റെ കുട വരുമ്പോൾ അറിയാം അടുത്ത എന്താണ് പാറമേക്കാവ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ ഓരോ കുടകൾക്കും ഇടയിൽ പോകുന്ന അത് ഈ പൂരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നുന്നത്. കാരണം തുടർച്ചയായി വലിയ കുടകൾ അവതരിപ്പിക്കാതെ ഒരു ഗ്യാപ്പ് കൊടുത്ത് ആസ്വാദകർക്കൊന്ന് ആവേശം തണുത്ത് വീണ്ടും ആസ്വാദകരെ ആവേശത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നാണ് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവമ്പാടിയുടെ കുട അവർ മാറ്റുന്നില്ല. കാരണം ഇതൊന്ന് ലോകം കണ്ടോട്ടെ ഞങ്ങളുടെ വെടിച്ചില്ല് കുട എന്നുള്ളതാണ് തിരുവമ്പാടിയുടെ ലൈനും തോന്നുന്നു. സാധാരണഗതിയിൽ ഈ പരമ്പരാഗത കുടകളൊക്കെ അവതരിപ്പിച്ച ശേഷം തിരുവമ്പാടി വേഗം കുട മാറുന്നുണ്ട്. നമ്മൾ ഒന്ന് രണ്ട് തവണ പറയുകയും ചെയ്തത് തിരുവമ്പാടി വേഗം കുട മാറും. ഇത്തവണ കുട മാറുന്നില്ല. ഇവിടെ തിരുവമ്പാടിക്ക് ബദൽ പാറമേക്കാവിൻ്റെ ബദൽ എന്ന് പറയുന്നത് മറ്റൊരു ഇൻസ്റ്റലേഷനാണ്. അത് ഒരു വരാഹമൂർത്തിയുടെ ചിത്രമാണ്. എനിക്ക് തോന്നുന്നത് വരാഹമൂർത്തിയാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നേരത്തെ വന്ന ഗണപതിയേക്കാൾ ഭംഗിയുള്ളതും കുറച്ചും കൂടി ആസ്വാദന നിലവാരം ഉയർത്തുന്ന ഒരു തരത്തിലേക്കാണ് വരാഹമൂർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവൻ ശൂലവും ഗദയും ഒക്കെ കയ്യിൽ പിടിച്ച വരാഹമൂർത്തിയാണ്. അപ്പോഴും തിരുവമ്പാടി അവരുടെ ഐക്കോണിക് കുട മാറ്റുന്നില്ല. നിങ്ങൾ ലോകമേ കാണുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ കുട, ഏറ്റവും നല്ല കുട, ഞങ്ങളുടെ ബുദ്ധി മുഴുവൻ ഉപയോഗിച്ച്, ഞങ്ങളുടെ ചിന്ത മുഴുവൻ ഉപയോഗിച്ച് ഞങ്ങൾ നിർമ്മിച്ച, നിങ്ങൾക്ക് സമ്മാനിച്ച കുട ഇതാ. മറ്റൊന്ന് തിരുവമ്പാടി അവരുടെ ഏറ്റവും നല്ല കുട മാറ്റുന്നു. അടുത്ത അതിനേക്കാൾ വലുത് ഞങ്ങൾക്ക് നൽകാനുണ്ട് എന്നാണ് അവർ പറയുന്നത്. വീണ്ടും ശിവനും ശൂലവും ഒക്കെ ചേർന്ന് ശിവനല്ല ഇത് വേൽമുരുകൻ, ഇതേ കുട തന്നെയാണ്. അതാണ് നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ഇവർ രണ്ടുപേരും ചേർന്ന്. നേരത്തെ വേൽമുരുകനെ അവതരിപ്പിച്ചിരുന്നു പാറമേക്കാവ്, ഇതേ പാറ്റേൺ തന്നെയായിരുന്നു. ഇതൊരു പക്ഷേ രണ്ടുപേർക്കും അഭിമാനിക്കാവുന്ന സംഗതിയാണ്. രണ്ടുപേരും അവർ ഒരേ രൂപത്തിൽ തന്നെ ഉള്ള കുടകൾ രണ്ടുപേരും അവതരിപ്പിക്കുന്നത്. അത് ഒരു പക്ഷേ അപൂർവമായ സംഗതിയാണ്.
അപൂർവമായ കാര്യമാണ്. കാരണം രണ്ടുപേരുടെയും പാറ്റേൺ ഒരേ രൂപത്തിൽ ഒരേ ചിന്തയിൽ വരുന്നത് വളരെ അപൂർവമാണ്. മുത്തുക്കുടയിൽ സാധാരണഗതിയിൽ നിറത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇത്തരം ഇൻസുലേഷൻ കുടകളിൽ രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പൂരങ്ങളൊക്കെ അങ്ങനെയായിരുന്നു കടന്നു പോയിരുന്നത്. ഇത് കുറച്ചും കൂടി ഇത് നേരത്തെ പാറമേക്കാവ് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ വേഗം തിരുവമ്പാടി അതിൽ നിന്ന് പിന്നോട്ട് പോകാനാണ് സാധ്യത. കാരണം അവരുടെ കയ്യിൽ ഇനി മറ്റെന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത. ഒരുപക്ഷെ ഇത്തവണ ഇതുവരെ വന്നതിൽ ഏറ്റവും നല്ല കുടകളിലൊന്ന് ആ ശിവൻ തിരുവമ്പാടി നേരത്തെ മുൻപ് അവതരിപ്പിച്ച ശിവൻ്റെ അതാണ്. അതാ മുഴുവൻ വെളിച്ചവും ലൈറ്റും എല്ലാം ഓഫ് ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും ഇരുട്ടിൽ രാത്രിയിലാണ് ആ ദൃശ്യം ഏറ്റവും മനോഹരമാകുന്നത്. പാറമേക്കാവ് ഒരു കുറച്ചൊന്ന് പിന്നോക്കം പോയി. രണ്ടുപേരും വലിയ കുടകൾ, അത്ഭുത ചെപ്പുകളിൽ നിന്നും അത്ഭുത ചെപ്പുകൾ തുറക്കാതെ പിന്നോട്ട് പോവുകയാണ്. ഇത് എത്ര സുന്ദരമാണ് ആ കുട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം പരമ്പരാഗത കുടകളാണ് ഈ കുടമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ഈ വലിയ ഇൻസ്റ്റലേഷനുകൾ വന്ന് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് കുടമാറ്റത്തിൻ്റെ ഒരു സൗന്ദര്യം, കുടയുടെ ഒരു സൗന്ദര്യം, വീണ്ടും രണ്ടുപേരും ഒരേപോലെ പോരടിക്കുകയാണ്. ഒരേപോലെ, അതായത് കുടകൾ യഥാർത്ഥ വർണ്ണക്കുടകളുടെ മുത്തുക്കുടകളുടെ സൗന്ദര്യത്തിലേക്ക് രണ്ടുപേരും തിരിച്ചു പോകുന്നു. ആ രാത്രിയിൽ കാണാൻ കഴിയുന്ന, ആ രാത്രിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന ആ നിറം, അതിനൊപ്പം ചേർത്ത് വെക്കുന്ന പിന്നെ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളുടെ സൗന്ദര്യം, അതിലെ ഓരോ സൂക്ഷ്മമായ സൗന്ദര്യവും നമുക്ക് അങ്ങനെ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഓരോ കുടയും അവതരിപ്പിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ പൂർണ്ണമായും മത്സരം യഥാർത്ഥത്തിൽ ഒരു പരമ്പരാഗതമായ മത്സരത്തിൻ്റെ ഒരു സൗന്ദര്യത്തിലേക്ക് രണ്ടുപേരും തിരിച്ചു വരുന്നു.